പ്രാർത്ഥന എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യവസ്ഥ എഴുതാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം നിങ്ങൾ പറയുന്ന ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം നടത്തുന്നവരാണ് ഞങ്ങൾ. അല്ലാത്തൊരു വാദം വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാത്തൊരു വാദം ഞങ്ങളുടെ പേരിൽ കെട്ടിച്ചമക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാദങ്ങൾ സമർത്ഥിക്കാനാണ് ഇവിടെ ഒഴിവ് വന്നത്. നിങ്ങൾ ഇസ്തിഗാസ എന്നതിൽ പ്രാർത്ഥന പെടുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. നിക്ക് മുജാഹിദ് പക്ഷം പ്രാർത്ഥന എന്ന് ഉൾപ്പെടും എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥന ഉൾപ്പെടുമോ ഇല്ലേ എന്ന വിഷയം സംസാരിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് 2 വിഭാഗത്തിനും 5 മിനിറ്റോ 3 മിനിറ്റോ സമയം തരാം എന്ന് നിങ്ങളുടെ അധ്യക്ഷനുമായി കൂടി ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. അത് പറഞ്ഞത് നിങ്ങൾ അധ്യക്ഷനാണ്, ഞാനല്ല പറഞ്ഞത് എന്നർത്ഥം. അപ്പൊ ആ നിലയിൽ തന്നെ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യേണ്ടത് നിങ്ങൾ തമ്മിലാണ് എന്നർത്ഥം. അത് ഞങ്ങളോടല്ല പറയേണ്ടത്, എന്ന രീതിയിൽ ഞങ്ങളത് പറയേണ്ടവരല്ല, ഇവര് പറയേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ 2 വിഭാഗം സംസാരിക്കും. മൂപ്പര് പറഞ്ഞു പ്രാർത്ഥന എന്ന് ഞങ്ങൾക്ക് പറ്റൂല, അവര് പറഞ്ഞു പ്രാർത്ഥന എന്ന് ഞങ്ങൾക്ക് പറ്റൂല. സമൂഹത്തിനൊരു കാര്യം ബോധ്യപ്പെട്ടു, പുസ്തകങ്ങളിൽ പ്രാർത്ഥിക്കാം, പ്രസംഗങ്ങളിൽ പ്രാർത്ഥിക്കാം, മരിച്ചുപോയവരോട് പ്രാർത്ഥിച്ചു എന്നൊക്കെ എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ മുജാഹിദ് പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് പ്രമാണങ്ങൾ വെച്ച് നമുക്കൊന്ന് ഏറ്റുമുട്ടാമെന്ന് പറയുമ്പോൾ പ്രാർത്ഥന പറ്റൂല, ഞങ്ങളില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, ഈ വാദം പിടികൂടാനാണ് ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്നത്. നിങ്ങളിത് പറയുമെന്നറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ എഴുതിയത്. ഇനി സംവാദം നടക്കണമെന്ന് ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇസ്തിഗാസ എന്ന പ്രാർത്ഥന എന്ന് എഴുതിക്കോ, എന്നാൽ ഒരു 2ഉം കൂടുന്ന പദാവുമല്ലോ, അതും സമ്മതമല്ല. കാരണം സംവാദം നടക്കരുത് എന്നാണ് പേടിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, പ്രാർത്ഥിക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പം അതൊക്കെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? അത് നേർക്ക് നേരെ ചർച്ച ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പം ആ പ്രാർത്ഥന സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥനയല്ല എന്ന് നിങ്ങൾ സമർത്ഥിച്ചോ സംവാദത്തിൽ? ഇവിടെയല്ല സമർത്ഥിക്കേണ്ടത്, സമർത്ഥിക്കാനാണ് സംവാദം. അപ്പം വിഷയം ഇസ്തിഗാസ എന്ന പ്രാർത്ഥന എഴുതിക്കോ. നിങ്ങൾ നടത്തുന്ന കാര്യമല്ല ചർച്ച ചെയ്യേണ്ടത്. സമൂഹത്തിന് ഇത് പഠിക്കണം, സമൂഹം ബോധ്യപ്പെടണം. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ഖുർആനിൻ്റെ നെസ്സാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ സമുദായം തീരുമാനിക്കട്ടെ, കേൾവിക്കാർ തീരുമാനിക്കട്ടെ, ഞങ്ങൾ ചെയ്യുന്നത് സഹായാർത്ഥനയാണോ പ്രാർത്ഥനയാണോ ഞങ്ങൾ ഉസ്താദുമാർ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ സമുദായം തീരുമാനിക്കട്ടെ. അപ്പോൾ വിഷയത്തിലേക്ക് നിങ്ങൾ വരണം. തയ്യാറല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. നിങ്ങൾ അതിനാണ് ഞങ്ങൾ കൊണ്ടുവന്നത്, ഒഴിഞ്ഞു മാറരുത്.